ബാർക്കോഴ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചതോടെ അതിന്റെ സൂത്രധാരന്മാർ ഇപ്പോൾ പരക്കം പാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് KM മാണിയുടെ രാജിയിലേക്ക് വരെ നയിച്ച അതേ വിവാദമുണ്ടാക്കിയ ടീം തന്നെയാണ് ഇത്തവണയും ബാർക്കോഴ ആരോപണം ഉന്നയിച്ചതെന്നും സർക്കാരിന് വളരെ വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച തുടർ അന്വേഷണത്തിലാണ് ക്രൈംബ്രാഞ്ച്. ഇത് സംബന്ധിച്ച് സംസ്ഥാന എക്സൈസ് മന്ത്രി MP രാജേഷ് DGPക്ക് നേരിട്ട് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ DGP തീരുമാനിച്ചത്. ബാർക്കോഴ ആരോപണത്തിലെ ഗൂഢാലോചന തുടക്കത്തിലെ പാളി എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ആരോപണം വരെ ചീറ്റിപ്പോയി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് KM മാണി രാജിവെച്ചതും ഒരു ബാർക്കോഴ വിവാദം നേരിട്ടതുമൊക്കെ തൊടുപുഴയിലെ ശബ്ദരേഖയുടെ പേരോടെ വിവാദ നായകനായ അനിമോന്റെ ശബ്ദരേഖയിൽ തന്നെയാണ്. ഭരണം മാറിയപ്പോൾ വീണ്ടും ഇതേ അനിമോനെ ഉപയോഗിച്ച് ഇപ്പോഴത്തെ സർക്കാരിനെ ആക്ഷേപിക്കുകയും മുൾമുനയിൽ നിർത്തുകയും ചെയ്യുക എന്ന ദുരുദ്ദേശമാണ് ഒരു ഉപജാപക സംഘത്തിൽ ഉണ്ടായിരുന്നതെന്ന് അന്വേഷണത്തിൽ വിവരം ലഭിച്ചിട്ടുണ്ട്. ആഴ്ചകളുടെ തയ്യാറെടുപ്പ് നടത്തിയാണ് ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ടതെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ബാർ ഉടമകളുടെ സംഘടനയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവരുടെ നേതാവ് തന്നെ സ്വന്തം പേരും ഭാരവാഹിത്വവും പരിചയപ്പെടുത്തി സന്ദേശമിട്ടത് എന്തിനെന്ന ചോദ്യത്തിന് ബാർ ഉടമകൾക്ക് ഉത്തരമില്ല. പക്ഷേ അത് ഗൂഢാലോചന നടത്തിയ സംഘത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. മദ്യനയത്തിനുള്ള പ്രാഥമിക ചർച്ചകൾ പോലും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ആരോപണം കൊണ്ടുവരാൻ ചില കേന്ദ്രങ്ങൾ തുടക്കത്തിൽ ശ്രമിച്ചിരുന്നു. LDF സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ മദ്യനയം നിയമസഭ വരെ അംഗീകരിച്ച് നടപ്പാക്കാനിരിക്കുന്ന ഈ വേളയിൽ കൊണ്ടുവന്ന ഒരു ആരോപണം അത് ചീറ്റിപ്പോയതിൽ ഗൂഢാലോചനക്കാരുടെ സംഘടന പരാജയമാണ് വ്യക്തമാകുന്നത്. ബാർ ഉടമകളുടെ സംഘടനയിലെ ചേരിതിരിവ് മുതലെടുത്ത് സസ്പെൻഷനുള്ള ഭാരവാഹിയെ കൊണ്ട് ശബ്ദ സന്ദേശം അയച്ചതിന് പിന്നിലെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. പക്ഷേ തിരക്കഥ തയ്യാറാക്കിയവർക്ക് സംഭവിച്ചത് മൊത്തം അബദ്ധങ്ങൾ. പിരിവ് സംബന്ധിച്ച് സംസ്ഥാന നേതാവ് കാര്യങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തിയതോടെ ജില്ലാ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മുങ്ങി. ഇതും ഗൂഢാലോചനയ്ക്ക് വ്യക്തമായ സൂചനയാണ്. ബാർ ഉടമകളെ സമീപിച്ച് എന്ത് അഭീതമായ ഇടപാടിനും സർക്കാർ തയ്യാറാണെന്ന ഒരു സൂചനയാണ് ഇതിലൂടെ നൽകാൻ ശ്രമിച്ചത്. പക്ഷേ അത് തകർന്നടിഞ്ഞു. 8 വർഷമായി സംസ്ഥാനത്തെ മദ്യ വ്യവസായ വിപണന മേഖല കൃത്യമായ ഇടത് സർക്കാരിന്റെ നയരൂപീകരണങ്ങളിൽ സമാധാനപരമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ കഴിവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് 1-ാം തീയതിയിലെ ഡ്രൈഡേ അടക്കം മദ്യനയം അനുകൂലമാക്കാൻ ബാർ ഉടമകൾ ഓരോരുത്തരും 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്ന വിവാദ ശബ്ദരേഖയെക്കുറിച്ച് കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടാകാത്തതും. ബാർ ഹോട്ടലുകളുടെ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഇതിനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. ഇതോടെയാണ് സംഘടനയ്ക്കുള്ളിലെ പടലമണക്കങ്ങളാണ് ഇതിന് പിന്നിലെന്നും സംഘടനയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ആസ്ഥാന മന്ദിരം വാങ്ങാൻ വേണ്ടി 5.5 കോടി രൂപ ശേഖരിക്കാൻ നടത്തിയ പിരിവാണിതെന്നും വ്യക്തമായത്. ഇതിന് തൊട്ട് പിന്നാലെ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ച എക്സൈസ് മന്ത്രി MP രാജേഷ് ആകട്ടെ 1-ാം തീയതി ഡ്രൈഡേ ആക്കുന്നതിനെ കുറിച്ച് ഇടതുമുന്നണിയോ സർക്കാരോ ചർച്ചകൾ പോലും തുടങ്ങി വച്ചിട്ടില്ല എന്നും വ്യക്തമാക്കി രംഗത്ത് വന്നു. ഇതോടെയാണ് ഗൂഢാലോചനക്കാരുടെ പിടിവിട്ടുപോയത്. തിരുവനന്തപുരത്ത് ആസ്ഥാന മന്ദിരം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അനുമോനും സംഘടനയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇതേ അനുമോനാണ് കഴിഞ്ഞ തവണ UDF കാലത്ത് KM മാണിയെ കൊടുക്കാൻ ഇറങ്ങിയ അതേ ശബ്ദരേഖയ്ക്ക് പിന്നിലെന്നും വളരെ വ്യക്തമായ സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ രണ്ടാമതൊരു ഗൂഢാലോചന നടത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴെന്നും ഈ ഒരു വിഷയം സർക്കാരിനെതിരായ ഗൂഢാലോചന തന്നെയായി പരിഗണിക്കണമെന്നും ക്രൈംബ്രാഞ്ചിന് വ്യക്തമായ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സംഘടനയ്ക്ക് വേണ്ടി പണപ്പിരിവ് നടത്തിയിട്ടത് സർക്കാരിനെതിരായ ഗൂഢാലോചനയെ മാറ്റി എന്നതാകും ക്രൈംബ്രാഞ്ച് അനുമോനടക്കം ഗൂഢാലോചനക്കാർക്കെതിരെ ചുമത്തുന്ന കേസുകളിലൊന്ന്. എന്തായാലും ആഴ്ചകൾക്കകം ഇതിൽ സത്യാവസ്ഥ ക്രൈംബ്രാഞ്ച് കണ്ടെത്തുമെന്ന് തന്നെയാണ് സംസ്ഥാന പോലീസിന്റെയും പ്രതീക്ഷ.